ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. അന്ന് ഈവനിങ് തന്നെ അർജുനും മാധവും തിരികെ വെള്ളാരംകുന്നിലേക്ക് പുറപ്പെട്ടു. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ രാത്രി 11 മണിയോട് അടുപ്പിച്ച് അവരവിടെ എത്തിയിരുന്നു. അർജുൻ, ഒരാവേശത്തിൽ നമ്മൾ ചാടി പുറപ്പെട്ടു. പക്ഷേ വാട്ട് ഈസ് നെക്സ്റ്റ്? നമ്മൾ ഇവിടുന്ന് പോയപ്പോഴുള്ള സിറ്റുവേഷൻ അത്ര നല്ലതായിരുന്നില്ല. സോ അത്രയും പറഞ്ഞവനൊന്ന് നിർത്തുന്നതിൻ്റെ ഒപ്പം കാറ് ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറിയിരുന്നു. ഇതെന്താ ജുൻ, ആകെ ഒരു കല്യാണ വീടിൻ്റെ സെറ്റപ്പ്. വീടിന് മുന്നിൽ തിളങ്ങി നിൽക്കുന്ന സീരിയൽ ബൾബിൻ്റെയും മറ്റ് കളർ ലൈറ്റുകളുടെയും വെളിച്ചത്തിൽ വീട് തന്നെ തിളങ്ങി നിൽക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പാഞ്ഞു. നീ ഇറങ്ങ്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവനത് പറഞ്ഞിറങ്ങുമ്പോൾ മാധവും പുറത്തേക്ക് ഇറങ്ങി. അർജുൻ, സംതിങ് ഫിഷി? വാട്ട്? അതല്ലടാ, നമ്മൾ പോയതൊക്കെ നോക്കി അവളുടെ അച്ഛൻ അവളെ പിടിച്ച് കെടിച്ച് കാണുമോ? ഒരു വിവാഹം നടന്നതിന് തെളിവാണോ ഇനി ഈ കാണുന്നത്? മാധവ് എന്തോ കണ്ടുപിടിച്ചതുപോലെ തൻ്റെ താടി ഒഴിഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ അർജുൻ അവനെ നോക്കി പല്ല് കടിച്ചു. നോവിടുത്ത് വളക്കാതറ പുല്ലേ. അതിനെ അവള് കെട്ടുന്നതുകൊണ്ട് നിനക്കെന്താണ് ഓപ്പ്? അതറിയാനാണോ നീ ഇപ്പം ഇവിടേക്ക് വന്നത്? അർജുൻ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, എന്നാ പിന്നെ വാട്ട് ഈസ് നെക്സ്റ്റ് അത് പറ. അത് കേട്ട് മാധവ് ഒന്ന് ആലോചിച്ചു. നിനക്കിപ്പോൾ മാളവികയെ കാണും, അത്രയല്ലേ ഉള്ളൂ. കം ഓൺ മൈ ബോയ്. അത് പറഞ്ഞ് മാധവ് മുന്നേ നടക്കുമ്പോൾ അർജുൻ അവനെ പിന്തുടർന്നു. പിറകു വശത്തെ ബാക്ക് സ്റ്റെയർ വഴി മുകളിലേക്ക് കയറിയ അർജുനും മാധവും അകത്തേക്ക് കയറാനുള്ള മെയിൻ ഡോറിന് മുന്നിലായി വന്നു നിന്നു. ഇനി എന്തെന്ന് അറിയാനെന്നോണം അർജുൻ മാധവനെ നോക്കുമ്പോൾ മാധവ് അവന് മുന്നിലായി കയറി നിന്നു. ഈ ഡോർ ഇപ്പം എങ്ങനെയാണ് തുറക്കുക? അത് പറഞ്ഞ് മാധവ് ആ ഡോറിലൊന്ന് തട്ടുമ്പോൾ അത് മെല്ലെ തുറന്നു പോയി. അത് കണ്ടവർ പരസ്പരം നോക്കി. അടിപൊളി, ഇത് ലോക്കല്ലായിരുന്നു. നിനക്കെന്തായാലും നല്ല ഭാഗ്യമുണ്ട് അർജുൻ. ഞാൻ അകത്തേക്കില്ല. നീ പോയി എന്താന്ന് വെച്ചാൽ അവിടെ സംസാരിച്ചിട്ട് വരാൻ നോക്ക്. വേഗം പോ. അതിനൊന്ന് മൂളിക്കൊണ്ട് അർജുൻ മെല്ലെ അകത്തേക്ക് നടന്നു. മുന്നേ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അർജുനും മാളവിൻ്റെ റൂം കൃത്യമായി അറിയാമായിരുന്നു. ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി അവൻ ആ റൂം ലക്ഷ്യമാക്കി നടന്നു. ഒടുവിൽ ആ റൂമിന് മുന്നിലായി വന്നു നിൽക്കുമ്പോൾ വല്ലാത്തൊരു പരവേശം തന്നിൽ വന്ന് നിറയും പോലെ തോന്നിയവന്. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ അകത്തേക്ക് കയറി. ചാരിക്കിടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അർജുൻ്റെ കണ്ണുകളൊന്ന് ചുറ്റും പാഞ്ഞു. റൂമിൽ ചെറിയ അരൻ്റെ മഞ്ഞ വെളിച്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശൂന്യമായി കിടക്കുന്ന ബെഡ് കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. എന്നാൽ പെട്ടെന്ന് എന്തിലോ അവൻ്റെ കണ്ണുകൾ വന്നുടക്കുമ്പോൾ ഒരു നിമിഷം ആ ദിശയിൽ തന്നെ അവൻ്റെ കണ്ണുകൾ കുടുങ്ങി നിന്നു. സ്റ്റഡി ടേബിളിൽ തലവെച്ച് കിടക്കുന്ന മാളവിൻ്റെ മിഴികൾ പൂർണ്ണമായും അടഞ്ഞിരുന്നു. ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ മെല്ലെ അവൾക്ക് അടുത്തേക്ക് ചുവടുകൾ വെച്ചു. തൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരും പോലെ തോന്നി അർജുന്. ഒരു വേള അതൊന്ന് നിലച്ചുപോയി മുന്നിലെ കാഴ്ചയിൽ. അർജുൻ്റെ കണ്ണുകൾ അവയിൽ തന്നെ തറഞ്ഞു നിന്നു. തൻ്റെ ഒരു ഫോട്ടോയുടെ പുറത്താണ് അവൾ തലവെച്ച് കിടക്കുന്നത്. അതും ആ കവള അമർന്നിരിക്കുന്നത് തൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തായാണ്. വലത് കൈ ആ ഫോട്ടോയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നുവെങ്കിലും കണ്ണുനീർത്തുള്ളികൾ ഉണങ്ങിയ പാടുകളായി കവളിൽ തന്നെ അവശേഷിക്കുന്നുണ്ട്. അതോടൊപ്പം അവളുടെ കഴുത്തിൽ അവൻ അണിയിച്ച ആലിലത്താലി ആ ഫോട്ടോയിൽ ചേർന്ന് കിടക്കുന്നത് കൂടെ കണ്ടതും അർജുൻ അന്ന് ആദ്യമായി അവളെ ഓർത്തൊരു നോവ് തോന്നി. ആ മുഖവും കഴുത്തിലെ താലിയും കണ്ണുനീർപ്പാടലുമൊക്കെ അവൻ്റെ കണ്ണുകൾ പായുമ്പോൾ ഒരു നിമിഷം നിന്നുരുകിപ്പോയവൻ. മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പല വികാരങ്ങളും നിറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ മെല്ലെ തിരിഞ്ഞു നടന്നു അവൻ. റൂമിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പെയായി അർജുൻ ഒരിക്കൽ കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതും അവളുടെ മുഖത്ത് മാത്രമായി. പുറത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ അടുത്തായി ആരോ ഇരിക്കും പോലെ മാധവന് തോന്നിയത്. തലരിച്ച് നോക്കുമ്പോൾ അർജുനായിരുന്നു അത്. എന്തായടാ, കണ്ടോ അവളെ? വല്ലാത്തൊരു ആകാംക്ഷയോടെയാണ് അവനത് ചോദിച്ചത്. എന്നാൽ അതിനൊരു മൂളൽ മാത്രമായിരുന്നു അവൻ്റെ മറുപടി. മാധവ് ഒരു നിമിഷം നിർവികാരമായിരിക്കുന്ന അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്ത് പറ്റി അർജുൻ? ആർ യു ഓക്കെ? ഐ എം നോട്ട് ഓക്കെ മാധവ്. ഉടനടി തന്നെ അവനിൽ നിന്നും മറുപടി വരുമ്പോൾ മാധവ് ഒരു നിമിഷം നിശബ്ദമായി. കാര്യമെന്താണെന്ന് അറിയില്ല, എങ്കിലും എന്തോന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് തോന്നി. വാശിപ്പുറത്താണെങ്കിൽ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണല്ലേ മാധവ്? അവൻ്റെ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മാധവിൻ്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. എന്താ നിനക്കിപ്പോൾ ഇങ്ങനെ തോന്നാൻ? അത്രമാത്രമായിരുന്നു അവനിന്ന് വന്നത്. ഒന്നും വേണ്ടായിരുന്നു മാധവ്. ഈ ഫിലിം, ഈ നാട്ടിലേക്കുള്ള യാത്ര, അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല. ഇതൊന്നും സംഭവിച്ചില്ല എന്നുവെങ്കിൽ ഒരുപക്ഷെ അവളെനിക്ക് മീറ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല. പുറകിലേക്ക് ചാഞ്ഞ് ഇരു കൈയും തലയുടെ പുറകിൽ വെച്ച് അവൻ അതിലേക്ക് ചാഞ്ഞ് കിടക്കുമ്പോൾ മാധവ് അവനെ നേരെ തിരിഞ്ഞിരുന്നു. അർജുൻ,
ഡു യു ലവ് ഹെർ? ഹേയ് നോ, ബട്ട് ഐ ഡോണ്ട് നോ സംതിങ്. എന്ത് പറയണമെന്ന് അറിയാതെയുള്ള മറുപടി. നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല അർജുൻ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്തോ ഒരു ഭാരം ഈ മനസ്സിൽ കടന്നുകൂടിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതെന്താന്ന് പറയുന്നീ? മാധവ് കാര്യം അറിയാനെന്നോണം അത് ചോദിക്കുമ്പോൾ അർജുൻ മറുപടി പറയാതെ തൻ്റെ കണ്ണുകളൊന്ന് അടച്ചു കിടന്നു. പിന്നെ എന്തുകൊണ്ടോ ഒന്നും ചോദിക്കാൻ മാധവനും തോന്നിയില്ല. ഈ ഒരു വരവ് അത് ഞാൻ പ്രതീക്ഷിച്ചു. പെട്ടെന്ന് മുന്നിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ അർജുനൻ മിഴികൾ തുറക്കുമ്പോൾ കണ്ടത് ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്ന ആകാശിനെയാണ്. അവനെ കണ്ട അർജുനും മാധവും എഴുന്നേറ്റു. ശേഷം മെല്ലെ താഴേക്കിറങ്ങി. ചെറിയൊരു ട്യൂബ് ലൈറ്റ് മാത്രമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ വെളിച്ചം അങ്ങ് സ്റ്റെയർ വരെ എത്തുന്നുണ്ട്. താനെന്താ ഈ രാത്രി ഇവിടെ? അവനാ രാത്രി അവിടെ കണ്ട മാധവന് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. ഇതെന്ത് ചോദ്യമാണ് സാറേ? എൻ്റെ ഭാവി ഭാര്യയുടെ വീട്ടിൽ എനിക്കെന്ത് കാര്യമെന്നോ? ആകാശം മുണ്ടും മടക്കി കുത്തി വലിയൊരു ഭാവത്തിൽ അത് പറയുമ്പോൾ അർജുനും മാധവും കാര്യം മനസ്സിലാകാതെ പരസ്പരം നോക്കി. മനസ്സിലായില്ലല്ലേ? എന്നാൽ തെളിയിച്ച് പറയാം. മാളവിക നാളെ മുതലേ എൻ്റെ ഭാര്യയാ. ഈ കാണുന്ന അലങ്കാരമൊന്നും വെറുതെയല്ല. നാളെ ഞങ്ങളുടെ വിവാഹമാണ്. അവൻ്റെ ആ വെളിപ്പെടുത്തലിൽ അർജുനൊന്ന് ഞെട്ടി. വാട്ട്? മാധവർ ഞെട്ടലോടെ ചോദിക്കുമ്പോൾ ആകാശം ഒന്ന് ചിരിച്ചു. സ്വന്തം ഭാര്യയെ ചിലരിൽ നിന്ന് കാക്കേണ്ടത് ഭർത്താവിൻ്റെ ഉദ്യമല്ലേ സാർ? അവൻ്റെ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് പരിഹാസമായിരുന്നു. അതും അർജുനെ നോക്കിയാണ് അവനത് പറഞ്ഞത്. അതിൻ്റെ പൊരുളെന്താണെന്ന് അവർക്കിരുവർക്കും ഇതിനോടകം മനസ്സിലാവുകയും ചെയ്തു. ഓഹോ, അപ്പം ആകാശ് ദാമോദർ രണ്ടും കൽപ്പിച്ചാണല്ലേ? അർജുൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ആകാശം ഒന്ന് പതറി. അത് കണ്ട് മാധവും അർജുനും പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്തു. അർജുൻ പ്ലീസ്, മാളവിക അവളിനി എൻ്റേതാണ്. ഒരുപാട് നാളായി ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രണയം അവള്. താനെന്ന ശല്യം ഒഴിഞ്ഞുപോയെന്ന് കരുതിയതാണ്. ബട്ട് തൻ്റെ വിവാഹം മുടങ്ങിയെന്നറിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഈ വരവ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീട്ടിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിന്നത്. അർജുൻ, സോ പ്ലീസ്, ഞങ്ങൾക്കിടയിലേക്ക് ഇനി താൻ വരരുത്. ഇനി അഥവാ വന്നാ... ഓഹോ, ഭീഷണിയാണ്. എന്നാൽ ഇതിലൊന്നും ഭയക്കുന്നതല്ല ഈ അർജുൻ വശിഷ്ഠ. പിന്നെ മാളവിക, അവൾ എൻ്റെ ഭാര്യയാണ്. അവളെ നിനക്ക് വിട്ടു തരണമെന്നോ? നോ വേ. പിന്നെ നീ കാത് തുറന്ന് കേട്ടോ, അവൾ മാളവിക അർജുനാണെങ്കിൽ അവൾ എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ തന്നെ നിൽക്കും. അവളെ വേറെ ഒട്ടിനും ഞാൻ വിട്ടു തരില്ല. അർജുൻ്റെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ മാധവനൊപ്പം ആകാശം ഒന്ന് ഞെട്ടി. എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സോ അവളെയും കൊണ്ട് ഞാൻ പോകൂ. ഡാ! ആകാശം വല്ലാത്ത കലിയോട് അവൻ്റെ അടുത്തേക്ക് കുതിക്കുമ്പോൾ മാധവ് അവന് തടസ്സം കയറി നിന്നു. താൻ കൂടുതൽ ഷോ നിറക്കണ്ട. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഇവൻ കെട്ടിയത് തന്നെയല്ലേ? അപ്പൊ പിന്നെ ഇവന്റെ ഭാര്യയുടെ മേൽ ഇവൻ അവകാശം ഇല്ലാതിരിക്കൂ? മിസ്റ്റർ, അവകാശം ഊട്ടിയുറപ്പിക്കാൻ വന്നതാണോ നിങ്ങൾ? പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ അവർ മൂവരും ഒരുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ മുകളിലെ സ്റ്റെയറിൽ നിൽക്കുന്നു മാളു. അർജുൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ തന്നെ തറഞ്ഞു നിന്നു. കുറച്ചു മുന്നേ കടന്നുപോയ അതേ നിമിഷം മുന്നിൽ തെളിയുമ്പോൾ അർജുൻ ഉള്ളൊന്ന് തുടിച്ചു. തൻ്റെ ഹൃദയം പോലും ഒരു തൂവൽ പോലെ അവളെ ചുറ്റിപ്പറ്റും പോലെ തോന്നിയവന്. പരിമിതികളില്ലാതെ അവളിലേക്ക് അടുക്കാൻ തോന്നിപ്പോയവന്. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ആ മനസ്സൊന്ന് ശൂന്യമായി. താൻ കുറച്ചു മുന്നേ അവളിൽ കണ്ട ഭാവമല്ല ഇപ്പോൾ അവളിരുന്നും. തന്നോടുള്ള ദേഷ്യവും വാശിയുമാണെന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ അർജുന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ കണ്ണുകളൊരു നോക്കുപോലും തന്നിൽ പതിയുന്നില്ല എന്നവൻ നോവോട് ഓർത്തു. അപ്പോഴേക്കും മാളു പടികളിറങ്ങി അവർക്ക് മുന്നിലായി വന്നു നിന്നു. മിസ്റ്റർ അർജുൻ വശിഷ്ഠയ്ക്ക് എന്താ മാളവികയുടെ വീട്ടിൽ കാര്യം? ഒട്ടും പതർച്ചയില്ലാത്ത എന്നാൽ ദേഷ്യം നിറഞ്ഞു തുളുമ്പുന്ന അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ആദ്യം നിശബ്ദത പാലിക്കുമ്പോൾ ആകാശിന്റെ മുഖത്ത് വല്ലാത്ത തിളക്കമായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളെന്താ ഇവിടെയെന്ന്? സീ മാളവിക, എനിക്ക് തന്നോട് സംസാരിക്കണം. ഒട്ടും ഗൗരവമില്ലാതെ തീർത്തും ശാന്തമായാണ് അവനോട് പറഞ്ഞത്. എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? അങ്ങനെ രാത്രി സംസാരത്തിന് മാത്രം നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനി പഴയ കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ എനിക്കതിന് താല്പര്യമില്ല. അല്ല, യൂത്ത് സ്റ്റാർ അർജുൻ വശിഷ്ഠ ഒന്ന് മറന്നെന്ന് തോന്നുന്നു. ആണുങ്ങളെ തൊലിവെളുപ്പ് കാണിച്ച് മയക്കെടുക്കാൻ നടക്കുന്ന പെണ്ണാ ഞാൻ. അങ്ങനെ സംസ്കാരമില്ലാത്ത എന്നോട് സാർ എന്തിനാണ് സംസാരിക്കേണ്ടത്? സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഞാൻ വെറും ഒരു വില്ലേജ് ഗേളാണ്. സംസ്കാരമില്ലാത്തവൾ, ആണുങ്ങളെയൊക്കെ വലവീശി പിടിക്കാൻ നടക്കുന്നവൾ. വിൽ യു സ്റ്റോപ്പ് ഇറ്റ്? അലർച്ച പോലെയുള്ള അവൻ്റെ ശബ്ദത്തിന് മുന്നിൽ മാളൊരു നിമിഷം മൗനം പാലിച്ചുവെങ്കിലും കണ്ണുകളിൽ അതേ ദേഷ്യം തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ അവനിലും അതൊട്ടും കുറവായിരുന്നില്ല. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പോവാൻ നിനക്ക് മറ്റൊരവസരം ഞാൻ തരാം. ഇപ്പം എനിക്ക് പറയാനുള്ളത് കേൾക്ക് നീ.
അത് പറഞ്ഞ അവളുടെ മറുപടിക്ക് കാക്കാതെ അർജുൻ മാളവിന്റെ കയ്യും പിടിച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അതിനെ തടയാൻ വന്ന ആകാശിന്റെ മുന്നിലായി മാധവ് തടസ്സം തീർത്തു. മാളവിനെയും കൊണ്ട് മുകളിലേക്ക് കയറിയ അർജുൻ അവളുടെ റൂമിലേക്കാണ് പോയത്. അവിടെ എത്തുമ്പോൾ ഉടനെ തന്നെ അവൻ അവളുടെ കൈകളെ സ്വതന്ത്രമാക്കി. തനിക്ക് എന്താണോ വേണ്ടത്? എന്റെ ശവം കണ്ടേ താൻ അടങ്ങും. കലിയോട് അവൾ ബാക്കി പറഞ്ഞ് തീരും മുന്നേ അജവളിലേക്ക് അടുത്ത് അവളുടെ വായിരി കയ്യാലും അമർത്തി പോത്തുമ്പോൾ മാളവനെ ഞെട്ടിലോടെ നോക്കി. ചിലക്കാതെ മിണ്ടാതെ അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം. ഇനി ഞാൻ പറയും, നീ കേൾക്കും, മനസ്സിലായോടി? അവൾക്ക് നേരെ അവൻ ഉച്ചത്തിൽ ചീറുമ്പോൾ മാളൊന്ന് ഞെട്ടി. കണ്ണുകൾ അവനിൽ മാത്രം ഒതുങ്ങി നിന്നു. വന്നിരിക്കടി ഇവിടെ. സൈഡിലേക്ക് ചൂണ്ടി അവനത് പറയുമ്പോൾ അല്പം മറച്ചുകൊണ്ടാണെങ്കിലും അവളത് അനുസരിച്ചു. ഇനി ഞാൻ പറയുന്നത് എൻ്റെ പൊന്നുമോളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ഇന്ന് ഈ നിമിഷം നീ എന്നോടൊപ്പം വരുന്നു. നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. അത് പറയാൻ താൻ ആരടോ? എന്നെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ തൻ്റെ ആരാ? പൊട്ടിത്തെറിച്ചു പോയി അവൾ. ഉള്ളിലെ കോപം മുഴുവൻ പുറത്തേക്ക് കുത്തിയൊഴുകുമ്പോൾ ദേഷ്യം അങ്ങേ തലക്കലായിരുന്നു. എന്നാൽ അതോടൊപ്പം കണ്ണുകൾ കൂടെ മെല്ലെ നിറയുകയും ചെയ്യുമ്പോൾ ഒരു വേള അവൻ്റെ കണ്ണുകൾ അത് നോവോട് ഒപ്പിയെടുത്തു. തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ട് അവളൊരു പതർച്ചയോടെ പിന്നിലേക്ക് നീങ്ങിയുവെങ്കിലും പെട്ടെന്ന് ബെഡിൽ തട്ടി പുറകിലേക്ക് ഇരുന്നു പോയി. അർജുൻ അവൾക്ക് അരികിലെത്തി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു. പെട്ടെന്നായതിനാൽ മാളവൻ്റെ നെഞ്ചിലായി വന്ന് തട്ടി നിന്നു. അവളുടെ മാറുകൾ അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലായി വന്നമരുമ്പോൾ അവളുടെ ചെറുവിറയിൽ ഉളവാകുന്നതിനൊപ്പം ഞെട്ടിലോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്നാൽ ആ മിഴികളിൽ വല്ലാത്ത തീക്ഷ്ണതയായിരുന്നു. വിടടോ എന്നെ. അവൾ വേഗം അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുമ്പോൾ അർജുൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. മിസ്സിസ് മാളവിക അർജുൻ, ആദ്യം അടങ്ങി നിൽക്ക്. ആൻഡ് ദെൻ ലിസൺ ടു മീ. ഈ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞച്ചരട് നിന്നിൽ അണിയിച്ചത് ഞാനാണെങ്കിൽ അന്നു മുതൽ ഞാനാ നിന്റെ എല്ലാം. അവിടെ വേറൊരാൾക്കും സ്ഥാനം ഇനി ഇല്ല. മനസ്സിലായോ നിനക്ക്? അതിനൊരു ചിറഞ്ഞു നോട്ടമായിരുന്നു അവളുടെ മറുപടി. അതുപോലെ അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛിച്ചിരിക്കും ആഴം കൂടി. അർജുൻ വശിഷ്ഠയുടെ വൈഫ് കഴിയേണ്ടത് എൻ്റെ കൂടെയാണ്. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. സോ കൊണ്ടുപോകുക തന്നെ ചെയ്യും. നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ ഞാനാണെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് മടിയില്ല. വെറുതെ എന്നെ കൊണ്ട് കടും കൈയൊന്നും ചെയ്യിക്കരുത് മാളവിക. താനെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? കലിയോട് അവൻ്റെ കൈ തട്ടിയെറിഞ്ഞ് മാള് ചോദിക്കുമ്പോൾ അവളിൽ ആ ദേഷ്യഭാവം കണ്ട് അർജുനൊന്ന് ഉറക്കെ ചിരിച്ചു. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താറില്ല മാളവിക. അതിനുള്ള അവസരം ആരും ഉണ്ടാക്കാറില്ല. പിന്നെ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇനൊരാളെ ഭീഷണിപ്പെടുത്താനും എനിക്ക് ഒരു മടിയില്ല. അതുകൊണ്ട് മോളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നീ വന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാനുള്ള വഴിയൊക്കെ ഈ അർജുൻ അറിയാം. കേൾക്കണം എൻ്റെ മോൾക്ക്. വൈഫ് എന്തായാലും കഴിയേണ്ടത് ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. സോ നിനക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ വരണ്ട. പകരം ഇന്ന് മുതൽ നിൻ്റെ ഈ റൂമിൽ ഞാനുണ്ടാകും. ഒറ്റയ്ക്കല്ല, കൂട്ടിന് എൻ്റെ വൈഫും ഉണ്ടാവും. പക്ഷേ നാളെ നേരം ഉണരുമ്പോൾ നാട്ടുകാരറിയും, വീട്ടുകാരും അറിയും. ഒടുവിൽ നിന്റെ അച്ഛനും അമ്മയും നാണം കെടും. അത് മാത്രമോ, ഒരു അനിയത്തി കൂടി ഉള്ളത് എൻ്റെ മോള് മറക്കരുത്. തുടർന്നുള്ള അവളുടെ ഭാവിയാകും അത് ബാധിക്കുന്നത്. അവളെ നോക്കി അവനത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞെട്ടിലോടെ നിന്നുപോയി മാളും. നട്ടലിലൂടെ ആകെ ഒരു തരിപ്പ് പോലെ തോന്നിയവൾക്ക്. കൈകാലുകൾക്കും ശരീരമാകെ ഒരു മരവിപ്പ് പോലെ. നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവനിൽ നിന്നും മറക്കാനെന്നോണം അവൾ മുഖം താഴ്ത്തി ബെഡിലിരിക്കുമ്പോൾ അർജുൻ അവളെ തന്നെ നോക്കി അല്പം മാറി ചുമരിൽ ചാരി നിന്നു. താൻ ആലോചിക്ക് എന്താ വേണ്ടതെന്ന്. തന്നെ കൊണ്ടുപോകാൻ ഞാൻ എന്തു ചെയ്യും? കൂടെ വന്നാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മാന്യമായി സംസാരിക്കുന്നതിന് മാക്സിമം ഇത്. കൂടുതൽ സംസാരിപ്പിക്കാതിരിക്കുന്നതാകും മാളവിക അർജുന് നല്ലത്. പാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ട് ചുമരിൽ ചാരി കാലിരണ്ടും കുറുക്ക് വെച്ച് അവൻ നിൽക്കുമ്പോൾ മാള നിർവികാരത്തോടെ അവനെ നോക്കി. ഒരു വേള അവളിൽ നിന്നും മിഴികൾ മാറ്റി ചുറ്റും നോക്കി അർജുൻ്റെ കണ്ണുകൾ വന്നു നിന്നത് ചുമരിലൊട്ടിച്ചിരിക്കുന്ന തൻ്റെ ചിത്രത്തിലാണ്. അത് കാണുകെ അവൻ്റെ അതിരങ്ങളിലൊരു മന്ദസ്മിതം തൂക്കി. ഇതെന്താണോ ഭാര്യ? കെട്ടിന് മുന്നേ തന്നെ കെട്ടിയവൻ്റെ പിക്കാനുള്ള റൂമിൽ സംതിങ് സ്പെഷ്യൽ? ഒറ്റക്കണ്ണിറുക്കി അവളെ നോക്കി ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ തറപ്പിച്ചൊരു നോട്ടമായിരുന്നു അവളുടെ മറുപടി. ഓക്കെ ഓക്കെ ഓക്കെ, ഐ എം നോട്ട് കിഡിങ് യു. അപ്പോൾ എന്താ നിന്റെ തീരുമാനം? ആലോചിച്ചിരിക്കാൻ ടൈമില്ല. എൻ്റെ കൂടെ വരാൻ സമ്മതമാണോ അല്ലയോ? അവൾക്കടുത്തേക്ക് നടന്നൊരു ചോദ്യം രൂപേണ അവൻ ചോദിക്കുമ്പോൾ മൗനമായി ഇരിക്കാൻ അവൾക്ക് കഴിഞ്ഞുള്ളൂ. മാളവിക അർജുൻ്റെ കൂടെ പോകുമോ അതോ ആകാശനെ വിവാഹം കഴിക്കുമോ? കാത്തിരുന്ന് കാണാം.